തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധ ബോധിതയുടെ അമ്മോട് പറയാണ്, ഞാനാണ് ഇനി അവളുടെ കാര്യത്തിലെല്ലാം തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ അവളുടെ ഭർത്താവാണ്, അമ്മയല്ലേ, എനിക്കുള്ള എല്ലാ അധികാരവും അമ്മ തന്നതല്ല എന്ന്. അപ്പം ഞാനാണ് ഇനി അവളുടെ കാര്യം നോക്കാൻ പോകുന്നത്. അവളുടെ ജീവിതം ഇനി എങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു അവൻ പറയാണ്. അപ്പോൾ ബോധിത വിഷമിച്ചിട്ട് പറയാണ്, അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിലൊരു പങ്കുമില്ലേ, എൻ്റെ അമ്മയല്ലേ എന്നെ പ്രസവിച്ചത്, എന്നെ ഇത്ര കാലം നോക്കിണ്ടാക്കിയത് എൻ്റെ അമ്മയല്ലേ. ഇപ്പോൾ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളുടെ മാത്രം അധികാരമായ ഞാൻ, എൻ്റെ അമ്മക്കും ഒരു ഇതില്ലേ, എൻ്റെ അമ്മേനെ നിങ്ങൾ ചീത്ത പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ഇനി നിങ്ങളോട് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ആകെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട് കരഞ്ഞിട്ട്. അങ്ങനെ അനിരുദ്ധിന് അമ്മോട് അവൻ ചീത്ത പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം കൊണ്ട് അവൻ അമ്മോട് പറയാണ്, ഞാൻ അമ്മേനെ ഞാൻ ചീത്ത പറഞ്ഞു, ഞാൻ മോശപ്പെട്ടിട്ട് ഒരുപാട് സംസാരിച്ചു അമ്മോട്, അപ്പോൾ അതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. പക്ഷെ അമ്മ ഈ പറഞ്ഞ കാര്യം മാത്രം എന്തായാലും നടത്താൻ പോണില്ല, ബോന്തേനെ എന്തായാലും അമ്മയുടെ ഒപ്പം ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. അപ്പോൾ ത്രിലോചൻ ബോധിതയോട് പറയുന്നുണ്ട്, ഇന്ന് പൊയിലാഭിഷേകിൻ്റെ ചടങ്ങുള്ളതാണ്, എല്ലാ ഗ്രാമത്തിലത്തെ എല്ലാ സ്ത്രീകളും ഇങ്ങോട്ട് വരും, നിന്നെ കാണാനും നിനക്ക് സമ്മാനങ്ങൾ തരാനൊക്കെ വരും. അപ്പോൾ നീ ഒരിക്കലും ഈ തല കുമ്പിട്ട് നിൽക്കരുത്, നീ ഒരിക്കലും വിഷമിച്ച് നിൽക്കരുത്. നമ്മളൊക്കെ റോയ് ചൗധരി ഫാമിലിയിലത്തെ വലിയ ആൾക്കാരാണ്, അപ്പോൾ അവരുടെ മുമ്പിലൊക്കെ നമ്മൾ വലിയ മുതലാളിയായിട്ട് ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ ബോന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴും ബോന്തിത വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ത്രിലോചൻ പറയാണ്, നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കരുത്, നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആൾ, നീ റോയ് ചൗധരി ഫാമിലിത്തെ മരുമോളാണ് എന്നിങ്ങനെ ത്രിലോചൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബോന്തിത അമ്മേനായിട്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അമ്മയും അവളും കൂടിയിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ബോന്തിത പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ആള് നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല, ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ആളൊരു രാക്ഷസൻ തന്നെയാണ് എൻ്റെ പത്തി ബാബു എന്നിങ്ങനെ അമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ ബോധിത പറയണം, അമ്മേനെ എത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ അമ്മക്ക് ഒരു തരി പോലും വിഷമല്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറയണേ, എനിക്കൊരു തരി പോലും വിഷമമില്ല, എനിക്ക് തീരെ വിഷമമൊന്നും ആയിട്ടില്ല എന്ന് ബോന്തോട് പറയുന്നുണ്ട്. അപ്പോൾ ബോന്ത് പറയണം, അമ്മയ്ക്ക് എത്ര സ്നേഹമുണ്ട് പത്തിബാബുവിനോട്, എന്നിട്ട് ആളെന്താ കാട്ടിയത്, അമ്മേനെ ചീത്ത പറയല്ലേ ചെയ്ത്, ഞാൻ ആളോട് മുണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ ചിരിച്ച് കളിക്കുന്നൊക്കെ ഉണ്ട്. അമ്മ അവളുടെ വിഷമമൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഞാനാണ് ഇനി ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും ചെയ്യേണ്ടത്, പൊയിലാഭിഷേകിൻ്റെ സ്ത്രീകളൊക്കെ വരും ഇങ്ങോട്ട് എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയാണ്, നിനക്ക് ഇത്രയും വലിയ ഭാഗ്യമാണ് ബോന്ത കിട്ടിയേക്കുന്നത്, നീ അത് നന്നായി ചെയ്യണം, നീ സന്തോഷത്തോടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളത് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നുണ്ട്. പിന്നെ അവൾ സന്തോഷിക്കുന്നത്, അതായത് ബോന്തിത ഇങ്ങനെ ആ ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ അങ്ങനെ കൂടി ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ അത് അമ്മ മാറി നിന്നിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ത്രിലോചൻ വന്നിട്ട് പറയാണ്, നിൻ്റെ മരുമോളുടെ സന്തോഷം കണ്ടില്ലേ ഇവിടെ, അവൾ ഇനി ഈ എല്ലാ ചീത്ത സ്വഭാവമൊക്കെ മാറിയിട്ട് അവളങ്ങനെ തിരിച്ചു കൊടുത്താൽ അവൾക്ക് ഇതേ സന്തോഷം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും അവളിനെ ഇവിടുന്ന് ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഏകാദശിയുടെ പൂജ നടക്കില്ല എന്നൊക്കെ ത്രിലോചൻ ഇങ്ങനെ അമ്മോട് പറയുന്നുണ്ട്. അപ്പം അമ്മ അതിനെ സമ്മതിക്കുന്നുണ്ട്. രാത്രി തന്നെ ബോന്തിതേനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക, ഗ്രാമത്തിലേക്ക് തിരിച്ച് കൊണ്ടുപോകാമെന്ന് അമ്മയും ത്രിലോചന് വാക്ക് കൊടുക്കുകയാണ്. ത്രിലോചന ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അവളുടെ സ്വഭാവമൊക്കെ മാറിയതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും അവളെ എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അമ്മയുടെയും ബോന്തിതയുടെയും പേരിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ആധാരം അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മേനെ കാണിക്കുകയാണ്. അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവിടേക്ക് സൗദാമിനി വരികയാണ്. എന്നിട്ട് സൗദാമിനി വന്നിട്ട് പിന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അവളുടെ അവസ്ഥ എന്താവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മേനെ പേടിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ അവളോട് പറയാണ്, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നീ വിഷമമൊന്നും വിചാരിക്കരുതെന്ന് പറയുമ്പോൾ സൗദാമിനി പറയാണ്, ഇല്ലമ്മേ എന്താ വെച്ചാൽ ചോദിച്ചോളൂ എന്ന് അമ്മയോട് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അവളോട് ചോദിക്കുകയാണ്, അനിരുദ്ധിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൾ ആകെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. അവൾക്ക് അറിയില്ലായിരുന്നു അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലാവുമെന്നും അവളുടെ എല്ലാ കളികളും അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന് അവൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ ആകെ ഇങ്ങനെ ഞെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ബോന്തിത അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അനിരുദ്ധ് അവിടെ ഇരിക്കുന്ന കുറേ സമ്മാനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അവൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ബോന്തിത തടയുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളത് തൊടാൻ പോലും പാടില്ല, നിങ്ങളോട് നല്ല ദേഷ്യത്തിലാണ് ഉള്ളത്, അതെനിക്ക് ഗ്രാമവാസികളായ സ്ത്രീകൾ എനിക്ക് തന്നതാണ്, എൻ്റെ ഗിഫ്റ്റാണ്, അത് നിങ്ങളുടെ അല്ല, അത് നിങ്ങൾ തൊടാൻ തന്നെ പാടില്ല എന്ന് അനിരുദ്ധിനോട് പറയുമ്പോൾ നല്ല കാര്യമാണല്ലോ നിനക്ക് അവർ ഗിഫ്റ്റൊക്കെ തന്നാന്നിങ്ങനെ ബോന്തിയോട് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, നിങ്ങളെപ്പോലെ എല്ലാവരും ചീത്ത സ്വഭാവമാണെന്ന് വിചാരിച്ചാൽ, വാക്ക് പാലിക്കാത്തവരാന്ന് വിചാരിച്ചാൽ, അവർ നല്ല അതുകൊണ്ടാണ് എനിക്ക് ഈ സമ്മാനങ്ങളൊക്കെ തന്നതെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയാണ്, എനിക്ക് നിങ്ങളോട് നല്ല ദേഷ്യമുണ്ട്, എൻ്റെ അമ്മേനെ ചീത്ത പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാൻ അപ്പം തന്നെ അമ്മോട് മാപ്പ് പറഞ്ഞില്ലേ ബോന്തിത, പിന്നെന്താ പ്രശ്നം, അമ്മോട് ഞാൻ അപ്പം തന്നെ ഞാൻ ചെയ്ത തെറ്റിനുള്ള മാപ്പ് ഞാൻ ചോദിച്ചില്ലേ, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ അവളോട് ഇങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, ഞാനിനി എന്താ ചെയ്യേണ്ടത് നിൻ്റെ ഈ ദേഷ്യമൊക്കെ മാറാനെന്ന് പറയുമ്പോൾ അവൾ പറയാണ്, എന്നാൽ എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് കാത് രണ്ടും പിടിച്ചിട്ട് എണീച്ച് ഇരിക്കണം, ഇങ്ങനെ സോറി പറയണമെന്ന്, എണീച്ചിരുന്നിട്ട് കാതും പിടിച്ചിട്ട് സോറി പറയില്ല, അപ്പോൾ ആ രീതിയിൽ സോറി പറയണം എൻ്റെ അമ്മോട് എന്ന് അവൾ പറയാണ്. അപ്പോൾ അവനത് കേട്ടിട്ട് ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്.
പിന്നെ പോന്നിട്ട് തന്നെ അമ്മേനെ തന്നെ കാണിക്കുകയാണ്. അമ്മ സൗദാമിനിയോട് പറയാണ്, എനിക്കറിയാം നീ അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ശ്രമിക്കുന്നത്, നിന്റെ എല്ലാ ഇതും എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും ദേഷ്യം വെക്കുന്നില്ല, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ പോന്നിട്ട് ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് ഒന്നും അറിയില്ല, അവളൊരു തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല, അവളെ ഒരിക്കലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് അമ്മ അവളോട് എന്താണ് കൈ കൂപ്പിയിട്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ അവിടുന്ന് പോവാണ്. അപ്പോൾ സൗദാമിനി ഇങ്ങനെ ആലോചിക്കുകയാണ്, അവളുടെ തന്നെ തെറ്റ്, അവളെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കാം, അവളെ ഞാൻ എന്തായാലും ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യും, അവൾ ആണ് എൻ്റെ ജീവിതം തകരാൻ കാരണം എന്ന് പറഞ്ഞിട്ട് സൗദാമിനി ഇങ്ങനെ ചിന്തിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ത്രിലോചന കാണിക്കുകയാണ്. ത്രിലോചന ഇങ്ങനെ അവൾക്ക് ബിനോയ് വന്നിട്ട് പറയാണ്, ചേട്ടൻ ചെയ്തത് എന്തായാലും നന്നായി, അവൾ വീട്ടിൽ നിന്ന് പുറത്താവുക തന്നെ വേണ്ടത്, ചേട്ടൻ്റെ ഐഡിയ എന്തായാലും കൊള്ളാം, അവൾ ഈ വീട്ടിൽ നിൽക്കാനേ പാടില്ല, അവൾ ഒരു ഭാരമാണ് നമുക്കെന്ന് ബിനോയ് പറയുമ്പോൾ ത്രിലോചന പറയാണ്, നീ എന്താ വിചാരിച്ചത്, അവളെ ഞാൻ എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെന്നോ, അവളെ എന്തായാലും ഈ സ്വഭാവമൊക്കെ മാറിയതിന് ശേഷം അവളെ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ചെയ്യും, അവൾ ഈ വീട്ടിലത്തെ മരുമോളാണ്, അവൾ മാത്രം ഈ വീട്ടിലത്തെ മരുമോളാവുള്ളൂ, അനിരുദ്ധിൻ്റെ ഭാര്യയാണ് അവൾ എന്ന് പറഞ്ഞിട്ട് ത്രിലോചന് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ ബിനോയ് ഇന്ന് ആലോചിക്കുന്നുണ്ട്, ഒരു വട്ടം ഇപ്പോൾ ബോന്നിത്ത ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതിന് സൗദാമിനിയും കല്യാണം കഴിപ്പിക്കുക ചെയ്യുമെന്ന് ബിനോയ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ അമ്മോട് ഇങ്ങനെ ചെവിയൊക്കെ പിടിച്ചിട്ട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്, എണീച്ചിട്ടും ഇരുന്നിട്ടും ഇങ്ങനെ മാപ്പ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബോഞ്ചിത്തോട് അമ്മ പറയണം, ബോഞ്ചിത്ത നീ എന്താണ് ഈ ചെയ്യിക്കുന്നത്, നിന്റെ പതിവാബുമാണ്, ആളെ ബഹുമാനിക്കണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താ പറയണത്, എന്തുകൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റൂലോ, അമ്മ എൻ്റെ ചെവിയൊക്കെ പിടിക്കാറുണ്ടല്ലോ, അപ്പോൾ ആളുടെ ചെവിയും പിടിക്കുക വേണ്ടതെന്ന് പറയുമ്പോൾ അനിരുദ്ധ പറയുന്നുണ്ട്, ആ അമ്മേ എൻ്റെ ചെവിയും പിടിച്ചൊക്കെ കുഴപ്പമൊന്നുമില്ല, ഞാനും ബോഞ്ചിത്തയുടെ പോലെ അമ്മയുടെ മോനായിട്ട് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പാവം ചെയ്യിക്കല്ലേ മോനെന്ന് പറയുമ്പോൾ അനിരുദ്ധ പറയണം, എന്നാൽ ശരി അമ്മ ഇത് ചെയ്യേണ്ട, എന്തായാലും നമുക്ക് ഇന്ന് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് രാത്രി ഒപ്പം ഭക്ഷണം കഴിക്കണം എന്ന് അമ്മോട് അവൻ പറയാണ്. അപ്പോൾ അമ്മ പറയാണ്, ആ ശരി, അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്താ മധുരം തരാൻ ആഗ്രഹമുണ്ട്, അപ്പം മോൻ പോയിട്ട് പുറത്തുനിന്ന് പോയിട്ട് ബസാറിൽ നിന്ന് പോയിട്ട് മധുരം വാങ്ങിച്ചിട്ട് വരണം, മധുര പലഹാരങ്ങൾ വാങ്ങിച്ചിട്ട് വരുമോയെന്ന് അനിരുദ്ധിനോട് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയണം, ആ ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ബൊന്തയുടെ അമ്മ ബൊന്തയോട് പറയാണ്, നമുക്ക് ഒരു കളി കളിക്കാം, ഒളിച്ചു കളി കളിക്കാമെന്ന് ബൊന്തയോട് പറയാണ്. ശരിക്കും അമ്മ അവിടുന്ന് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് അവിടെ കളിക്കുന്നത്. ത്രിലോചൻ പറഞ്ഞിട്ടില്ലേ രാത്രി അവൾ നൈറ്റ് വീട്ടിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകണമെന്ന്, അപ്പോൾ അതിനാണ് അമ്മ അങ്ങനെ കളി കളിക്കാം, ഒളിച്ചു കളി കളിക്കാമെന്ന് ബൊന്തയോട് പറയുന്നത്. അപ്പോൾ ബോന്ത പറയുന്നുണ്ട്, ആ നമുക്ക് കളിക്കാം, എനിക്ക് എവിടെ ഒളിച്ചിരിക്കേണ്ടതെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ അമ്മ പറയണം, നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റില്ല, കാരണം നിന്റെ ഭർത്താവിന് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയില്ലേ, ഈ കൊട്ടാരത്തിത്തെ എല്ലാ മുക്കും മൂലയും നിന്റെ ഭർത്താവിനെ അറിയാം, അവനായിട്ടല്ലേ കളിക്കണം, അവനല്ലേ നമ്മളെ തരയാൻ വരിക, അപ്പോൾ നമ്മൾ വളരെ ദൂരത്തേക്ക് പോകണമെന്ന് ബോന്തയോട് പറയാണ് അമ്മ. അപ്പോൾ ബോന്തിയും പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ദൂരെ പോയിട്ട് വിളിക്കാമെന്ന് അവൾ പറയുന്നുണ്ട്. പിന്നെ ഇതിനെ കാണിക്കാൻ അങ്ങനെ അനിരുദ്ധ് ബസാറിൽ പോയിട്ട് ആ സാധനങ്ങളൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് സൗരഭിനെ കാണാണ്. അപ്പോൾ സൗരഭ് അവനോട് ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ ഇവിടെ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് അധികം മേടിക്കാറില്ലല്ലോ, പുറത്തുനിന്ന് മേടിക്കുന്നത് അനിരുദ്ധിന് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ മേടിച്ചിട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാനിന്ന് ബോന്തയുടെ അമ്മോട് നന്നായിട്ട് ദേഷ്യപ്പെട്ടു, അമ്മ പറഞ്ഞതാണ് ഇതൊക്കെ മേടിച്ച് വരാൻ വേണ്ടിയിട്ട്, ഇന്ന് പോയില്ല ആഘോഷിക്കാക്കല്ല, അപ്പോൾ ആഘോഷിക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, അപ്പോൾ അമ്മ മേടിച്ച് വരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ സൗരഭ് പറയണം, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങളൊക്കെ ദേഷ്യപ്പെടുമോ, അനിരുദ്ധ അതും അമ്മോട് ദേഷ്യപ്പെട്ടു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അനിരുദ്ധിനോട് പറയാണ് സൗരഭ്. അനിരുദ്ധ പറയാണ്, എനിക്ക് ദേഷ്യപ്പെടേണ്ടി വരുന്നു, കാരണം ബോന്തനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അമ്മ ഒരു ഇത് നടത്തി, അപ്പോൾ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമ്മോട് ദേഷ്യപ്പെട്ടത്, നീ ആണെങ്കിൽ എന്താ ചെയ്യുക, അവളെൻ്റെ ഉത്തരവാദിത്തമല്ലേ, ഞാൻ അവളെ നോക്കേണ്ടത് എൻ്റെ കടമല്ലേ, നീ ആണെങ്കിൽ എന്താ ചെയ്യുക, സമ്പൂർണ്ണനെ ഇപ്പോൾ അവളുടെ അമ്മയും അച്ഛനും കൊണ്ടുപോകാൻ നിൽക്കുക, നിൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുക, അപ്പോൾ നീ എന്താ ചെയ്യുക, നീ പിടിച്ചു വെക്കുന്നല്ലേ ചെയ്യുക, നിൻ്റെ ഭാര്യയല്ലേ അവൾ, നിൻ്റെ ഉത്തരവാദിത്തമല്ലേ, നീയല്ലേ നോക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ സൗരഭ് ആലോചിക്കുകയാണ് സമ്പൂർണ്ണ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നതും അവന് സമ്പൂർണ്ണോട് പൊക്കോളം പറഞ്ഞതും ആ സ്ത്രീധനം തരാണ്ട് വീട്ടിലേക്ക് കയറണ്ടെന്നൊക്കെ പറഞ്ഞത് സൗരഭ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ സൗരഭ് അനിരുദ്ധിനോട് പറയാണ്, ബോന്തയുടെ അമ്മ ഇപ്പം എന്തായാലും വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ലല്ലോ, സമ്പൂർണ്ണയുടെ അച്ഛൻ പറഞ്ഞില്ല, അവരൊക്കെ കൂടിയിട്ട് ഒപ്പാണ് പോകാൻ നിൽക്കുന്നത്, കുറച്ച് സമയത്തിനുള്ളിൽ അവർ പോകുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴാവും അനിരുദ്ധ ആലോചിക്കുക, അമ്മ ചിലപ്പോൾ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവും പുറത്തേക്ക് വിട്ടിട്ടുണ്ടാവുക, പലഹാരങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് അവൻ അവിടുന്ന് ഓടുന്നുണ്ട് വീട്ടിലേക്ക്. ബോന്തയുടെ അമ്മനെ ബോന്തേനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ബോന്തിത്തെ അമ്മയും കൂടി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ത്രിലോചൻ വന്നിട്ട് അനിരുദ്ധിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവൾക്ക് ഒരു വാച്ച് അനിരുദ്ധ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അന്ന്, ആ ചീത്ത സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് അവളോട് ഈ കണക്കിന് ഈ സമയത്തിന് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവനൊരു വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അനിരുദ്ധ്. അപ്പോൾ അനിരുദ്ധിൻ്റെ ഓർമ്മയ്ക്ക് ത്രിലോചൻ അത് ബോന്തയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്.
ആ സമയത്താണ് ഇതിൻ്റെ കാർ പുറത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ബോന്തിത്തയുടെ അമ്മോടും ബോന്തിത്തോടും കൂടിയിട്ട് ത്രിലോചൻ പറയാണ് അവിടെ ബാക്കിലെ സ്റ്റോർ റൂമിൽ പോയിട്ട് ഒളിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവരവിടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ത്രിലോചൻ ബിഹാരിയോട് പറയാണ് അനിരുദ്ധിനോട് പോയിട്ട് അവർ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ബിഹാരി അനിരുദ്ധ് ഓടി വരുമ്പോഴേക്കും പോയി പറയാണ് അവരൊക്കെ പോയി, ഞങ്ങൾ കുറേ നിൽക്കാൻ വേണ്ടി പറഞ്ഞു, പക്ഷേ ബോന്തിയുടെ അമ്മയും കൂടിയിട്ട് പോയി അവരുടെ ഗ്രാമത്തിലേക്കെന്ന് അനിരുദ്ധിനോട് കാണാൻ പറയാണ്. അങ്ങനെ അനിരുദ്ധ് അവിടെ നിൽക്കുമ്പോഴാവും അവൻ്റെ അടുത്തേക്ക് ആ മറ്റേ പേപ്പർ പറന്ന് വരിക. ആ ആധാരം കൊടുത്തിട്ടില്ലേ ത്രിലോചന് അമ്മയ്ക്ക് കൊടുത്തില്ല, അവരുടെ പേരിലാക്കിയിട്ടുള്ള ആ ഭൂമിയുടെ ആധാരം അവൻ്റെ കയ്യിൽ കിട്ടാണ്. അപ്പോൾ അവനത് കണ്ടപ്പോൾ മനസ്സിലാവാണ് ത്രിലോചനാണ് ഇതിൻ്റെ ഒക്കെ പിന്നിലെന്ന് അവന് മനസ്സിലാവാണ്. അമ്മേനെ കൊണ്ട് ത്രിലോചനാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് അവന് മനസ്സിലാവാണ്. എന്നിട്ട് അവൻ ത്രിലോചൻ്റെ അടുത്ത് ഓടുന്നുണ്ട്. ത്രിലോചന് അപ്പോൾ പൂജാമുറിയിലാവും, പൂജ ചെയ്തുകൊണ്ടിരിക്കാവും. അപ്പോൾ ത്രിലോചൻ്റെ അടുത്ത് വന്നിട്ട് അവൻ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അവർ തമ്മിൽ തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു, നിൻ്റെ വിഷമം എനിക്ക് കാണാൻ പറ്റില്ല, നീ ഒന്നിലും തോക്കണത് എനിക്ക് കാണാൻ പറ്റില്ല മോനെ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് ത്രിലോചൻ പറയുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധ് ദേവിയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ നിങ്ങൾക്കൊരു പൂജ പോലും ചെയ്തിട്ടില്ല ദേവി, പക്ഷെ എൻ്റെ ബോന്തിത എപ്പോഴും പറയുമായിരുന്നു നല്ല മനസ്സോട് നമ്മൾ എന്ത് ചോദിച്ചാലും ദേവി തരുമെന്ന്. ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്, എൻ്റെ ബോന്തിതനെ എനിക്ക് തിരിച്ചു വേണം, ഈ 2 ദിവസം എൻ്റെ മുമ്പിലുണ്ട്, അപ്പോൾ എനിക്കതിൽ ജയിക്കണം, എൻ്റെ ബോന്തിതനെ എനിക്ക് തിരിച്ചു വേണം, ബോന്തിതനെ ഇങ്ങോട്ട് തിരിച്ചയക്കി ദേവി എന്ന് പറഞ്ഞിട്ട് അവന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ബോന്തിയുടെ കയ്യിലിരിക്കണം ആ വാച്ചിലത്തെ അലറ അടിക്കുന്നത്. അപ്പോൾ അവളത് കുറേ നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവൾക്കത് പറ്റുന്നില്ല. അപ്പോൾ ഈ ശബ്ദം അനിരുദ്ധ് കേൾക്കാണ്. അപ്പോൾ അവനാകെ സന്തോഷമാവാണ്, കാരണം അവൻ കൊടുത്ത വാച്ചിൻ്റെ ശബ്ദം അവനക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് ബോന്തിയിലാണെന്ന് അവനറിയാം. അപ്പോൾ അവന് ആകെ സന്തോഷിക്കുകയാണ്. എന്നിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അമ്മേനെ ആദ്യം കാണുന്നുണ്ടാവുക. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ അമ്മ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ബോന്തിത പെട്ടെന്ന് അവൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയണം, നിങ്ങൾ എന്നെ ജയിച്ചുല്ലേ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അവളെ കണ്ടിട്ട് അവന് നന്നായിട്ട് സന്തോഷം അടക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതിനുശേഷം അവൻ അമ്മോട് മാപ്പ് പറയുന്നുണ്ട്. അമ്മനെ നിർബന്ധിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് അറിയാം ഇവർ. അപ്പോൾ അമ്മയോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, അമ്മ എത്ര വിഷമിച്ചിട്ടാവും ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അമ്മയോട് അവൻ മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ അവനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്, മോനെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് മോനെ ബുദ്ധിമുട്ടിച്ചു, ഞാൻ ഒരുപാട് ചീത്ത കാര്യങ്ങളൊക്കെ മോനോട് പറഞ്ഞു, അപ്പോൾ മോനെ എന്നോട് ക്ഷമിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, മോനെ എന്നെ പോകാൻ വേണ്ടി അനുവദിക്കണം, ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവാണെന്ന് അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, അതിന് പറ്റില്ല, ഞങ്ങളുടെ കൂടെ ഒരു രാത്രി ഭക്ഷണം കഴിക്കാണ്ട് അമ്മേനെ ഞാൻ വിടില്ല എന്ന് അവനിങ്ങനെ ചിരിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുന്നത്, സമ്പൂർണ്ണ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൗരഭ് വന്നിട്ട് പറയുകയാണ് അച്ഛനോട്, അച്ഛൻ ഇവളെന്തായാലും പോകില്ല ഇവിടുന്ന്, ഇവളെൻ്റെ ഭാര്യയാണ്, ഞാനാണ് ഇവളെ നോക്കേണ്ടത്, എൻ്റെ ഉത്തരവാദിത്തമാണ് ഇവളെന്നാണ് സൗരഭ് അവരോട് പറയാണ്. പക്ഷേ അച്ഛന് നന്നായിട്ട്, അതായത് മുൻഷി അവനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്, എന്നിട്ട് അവിടുന്ന് പറഞ്ഞാക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് സമ്പൂർണ്ണയുടെ അച്ഛന് ഇങ്ങനെ ഓളിടുന്നുണ്ട്, അമ്മയോ നന്നായിട്ട് ഓളിടുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അവരൊക്കെ അവിടെ പോയി നോക്കുകയാണ്. അപ്പോൾ ശരിക്ക് അവിടെ അച്ഛൻ ഇങ്ങനെ തൂക്കയറുമേനെ നിൽക്കുന്നുണ്ട്, തൂങ്ങാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു നാടകമാണ് അരങ്ങേറുന്നത്. കാരണം സമ്പൂർണ്ണനെ അവർക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാട്ടുകാരൊക്കെ എന്താ പറയുക വെച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഒരു നാടകം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് സമ്പൂർണ്ണയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങളെ മോളെ ഇവിടെ തന്നെ നിർത്തണം, അല്ലെങ്കിൽ ഞാനിവിടെ തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മുൻഷി സമ്മതിക്കുകയാണ്, ഞാൻ കൊണ്ടുപോകാണ്ട് അവിടെ തന്നെ നിർത്തിക്കോളാൻ മുൻഷി പറയുന്നുണ്ട്. സമ്പൂർണ്ണയുടെ അമ്മ ആലോചിക്കുന്നുണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ മോള് ഇവിടെ തന്നെ നിന്നു, പക്ഷെ ബോന്തനെ എന്തായാലും ബോന്തയുടെ അമ്മ കൂട്ടിക്കൊണ്ട് വരേണ്ട തന്നെ ചെയ്യും, അവരെന്തായാലും അവളെ പുറത്താക്കി തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട് മാമി, അതായത് ബോന്തയുടെ മാമി ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ബോന്തിത്തേനെ കാണിക്കുകയാണ്. അപ്പോൾ അമ്മ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബോന്തിത്ത അമ്മോട് പറയാണ്, അമ്മ എന്താ ഇപ്പോൾ ഈ കാട്ടണേ, ഞാൻ വിചാരിച്ച അമ്മ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നതെന്ന്, ഇപ്പം അമ്മ പോവാണോ എന്നിങ്ങനെ അവൾ കരഞ്ഞിട്ട് അമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാണ്, ഞാനല്ല നിനക്ക് വേണ്ടത്, നിൻ്റെ ഭർത്താവ് നിൻ്റെ താങ്ങായിട്ട് തണലായിട്ട് ഇപ്പോൾ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ നിൻ്റെ ഏറ്റവും വലിയ ശക്തി നിൻ്റെ ഭർത്താവാണ്, അപ്പോൾ ആളുണ്ട് നിൻ്റെ കൂടെ, നീ ഒരിക്കലും പേടിക്കരുത് ബോന്തിത്താന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് നന്നായിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട് അമ്മ. അപ്പോൾ മാമക്കാണെങ്കിൽ ഇതൊക്കെ ഒന്നും തീരെ ഇഷ്ടാവുന്നില്ല. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് ബോന്തിത്തും അവരുടെ കൂടെ വരേണ്ടി വരും വീട്ടിലേക്ക് എന്നൊക്കെയാണ്. അപ്പോൾ അവരാകെ കുശുമ്പൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് നിൽക്കുന്നുണ്ട് രണ്ടാളും. അപ്പോൾ അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള എപ്പിസോഡ്സ് ആരും മിസ്സാക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.